നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDF-നാണെന്നും 2021-ൽ VV പ്രകാശന് ലഭിച്ചതിനേക്കാൾ 1470 വോട്ട് UDF-ന് കുറഞ്ഞുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് MV ഗോവിന്ദൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. VV അരുൺ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, തിരുത്തേണ്ടത് തിരുത്തുമെന്ന ഒറ്റവാചകം മാത്രമാണ് ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വാചകം ആണ്. സ്വാഭാവികമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്? തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. നിലമ്പൂർ തോൽവിയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് നേരത്തെ CPM നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലിലൂടെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. UDF-ന്റെ വർഗീയ കൂട്ടുകെട്ട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് MV ഗോവിന്ദൻ നേർവഴി എന്ന തന്റെ കോളത്തിൽ, ദേശാഭിമാനിയുടെ കോളത്തിൽ പറയുന്നു. LDF ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിന്റെ വികസനവും മതനിരപേക്ഷത എന്നീ ആശയങ്ങളിൽ ഊന്നിയായിരുന്നു. എന്നാൽ വർഗീയ തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന അടിയുറച്ച രാഷ്ട്രീയ നിലപാട് LDF ഉയർത്തിപ്പിടിച്ചു. ഒരു പരാജയം കൊണ്ട് അത് അവസാനിക്കില്ല. ആ നിലപാടിൽ LDF തുടരുകയും ചെയ്യും. LDF-ന്റെ അടിത്തറയിളക്കുന്ന പരാജയമല്ല ഇവിടെ ഉണ്ടായത്. നിലമ്പൂരിലുണ്ട് 65 മുതൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ അത് സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാക്കിയതാണ് ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായ പരസ്യധാരണ UDF-ന്റെ എന്ന് MV ഗോവിന്ദൻ ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി പോലും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയാണ്. ഒരു വശത്ത് മുസ്ലിം മതവാദി രാഷ്ട്രവാദികളുടെ വോട്ട് കരസ്ഥമാക്കിയ UDF, മറുവശത്ത് BJP വോട്ടും നേടി. ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തലും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ BJP വോട്ട് UDF-ലേക്ക് മറിച്ചെന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതാണ് CPM ഇവിടെ ആയുധമാക്കുന്നത്. നിലമ്പൂരിലെ ജനവിധി സംബന്ധിച്ച് UDF-ഉം വലതുപക്ഷ പാർട്ടികളും ഉയർന്ന രണ്ട് പ്രധാന ആഖ്യാനങ്ങൾ ഇടതുപക്ഷ അടിത്തറ ഇളകിയിട്ടുള്ളതാണ്. എന്നാൽ അതുപോലെ തുടർഭരണത്തിന് സാധ്യതയില്ല എന്നുള്ളതുമാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന് അത് പറയുമ്പോൾ അത് വസ്തുതവുമായി ഒരു ബന്ധവുമില്ലാത്ത ആഖ്യാനമാണ്. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് തെളിയിക്കുന്നതല്ല ഈ ഫലമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ കൂടിയായാണ് സംസ്ഥാന സെക്രട്ടറി കണക്കുകൾ ഉദ്ധരിച്ച് ആ ലേഖനത്തിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം സ്ഥാനാർത്ഥി PV എന്ന വ്യക്തിപരമായ സ്ഥാനാർത്ഥി വോട്ടുകൾ നേരത്തെ ഇടതുപക്ഷ വിജയത്തിന് കാരണമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തൽ കൂടി CPM-ന് ഉണ്ട്. ഇത് സംസ്ഥാന തലത്തിലും സർക്കാർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വികാരത്തിന്റെ ഭാഗമായി ഈ ജനവിധിയെ കാണാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. CPM LDF-ഉം ഇത് തന്നെയാണ് പറയുന്നത്. പരാജയം തന്നെയാണ്. ആ പരാജയം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയാണെന്ന് പറയുന്നതിൽ വസ്തുതയില്ല എന്നാണ് CPM പറയുന്നത്. തിരുത്തേണ്ടത് തിരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഇതിൽ പറയുന്നു. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് വർഗീയവാദികളുമായി UDF നേടിയ കൂട്ടുകെട്ടും PV അൻവറിലൂടെ വന്ന വോട്ടുകൾ തിരിച്ചുപോയതുമാണ് ഈ പരാജയത്തിന് കാരണമായി CPM പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം പരിശോധിക്കേണ്ടവ പരിശോധിക്കും. അതായത് എന്തുകൊണ്ട് വിജയിക്കാൻ കഴിയുന്ന കാര്യം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും പരിശോധിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ വർഷാവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും LDF നേരിടും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അവിടെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി തിരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. അരുൺ, ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ ബാന്ധവമായിരുന്നു CPM LDF ഉയർത്തി കാണിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഈ പരാജയത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ വർഗീയ ബാന്ധവങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ വർഗീയ വോട്ടുകളാണ് ഈ വിജയത്തിലേക്ക് UDF-നെ കൊണ്ടെത്തിച്ചത് എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ ഈ വരും തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി അത് നീട്ടിപ്പിടിക്കാനാണോ CPM ആലോചിക്കുന്നത്? ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയാണോ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് വരുമ്പോൾ തന്നെ ഒരുപക്ഷെ അത് ഔദ്യോഗിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് മഴവിൽ സഖ്യമാണ്. CPM അനുവദിച്ച മഞ്ജുഷ് ഗോപാൽ അനുവദിച്ച അഭിമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ മഴവിൽ മുന്നണി എന്ന ഒരു ആരോപണം ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചത്. പിന്നീട് ഈ വിഷയം അദ്ദേഹം നിരന്തരം വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ ശക്തമായി തന്നെ സൂചിപ്പിച്ചു. മഴവിൽ സഖ്യമാണ് അവിടെ ഉള്ളത്. അതിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിന് കളമൊരുക്കാനുള്ള തുടർന്നും അത്തരം നീക്കങ്ങൾക്കുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. അത്
പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിജയവും ആ ഒരു സഖ്യത്തിന്റെ ഇവരെ സംസ്ഥാന സെക്രട്ടറി എന്ന അഭിപ്രായം വർഗീയ കാർഡ് അവിടെ ജമാഅത്തെ ഇസ്ലാമി ഇറക്കി. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി. BJP സ്ഥാനാർത്ഥി തന്നെ BJP വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് നൽകി എന്ന് പറഞ്ഞിരുന്നു. അത്തരം രണ്ട് വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത്. ഇടതുമുന്നണി രാഷ്ട്രീയ അടിത്തറ അവിടെ തകർന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു. ഒരു ഭരണവിരുദ്ധ വികാരം പ്രത്യക്ഷത്തിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും CPM കണക്കുകൂട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടുന്നത് UDFന്റെ ഈ വർഗീയ ശക്തികളുമായുള്ള UDFന്റെ കൂട്ടുകെട്ട് തന്നെയാണ് അവിടെ വലിയൊരു വിജയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പോകാൻ കാരണമെന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് തിരുത്തേണ്ടത് തിരുത്തും എന്നൊരു വാചകം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോഴും കണക്കുകൾ നിരത്തി ഭരണവിരുദ്ധ വികാരമല്ല, നഷ്ടമുണ്ടായിട്ടുള്ളത് UDFനാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്.